നമ്മുടെ സ്ഥാപനത്തിന്റെ അയൽവാസിയെ ബഹുമാനപ്പെട്ട നാസർ സയ്യിദ് ഉസ്താദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വർഷങ്ങളോളായല്ലോ നമ്മുടെ സ്വാദച്ചായ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. എത്രത്തോളമാണ് ഇതിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊക്കെ കൂട്ടി നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്? ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു വിഷയമാണ് സൗഹാർദ്ദം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ആളുകളൊക്കെ പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പരസ്പരം സൗഹാർദ്ദം പങ്കിടുക, കുടുംബവിശേഷങ്ങൾ അന്വേഷിക്കുക എന്നൊരു കൺസെപ്റ്റായിരുന്നു മുമ്പൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒരു മൊബൈൽ, ഒരു 6 സ്ക്രീനിലേക്ക് മാത്രം ഒതുക്കി അതിലേക്ക് മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും ഒരു വേദി, അതായത് എല്ലാവർക്കും ഒരുമിച്ച് കൂടി പരസ്പരം സൗഹാർദ്ദം പങ്കിട്ട് ജാതി മതം നോക്കാതെ എല്ലാവർക്കും കൂടെ വരാം, എല്ലാവർക്കും ചായ കുടിക്കാം, കാശൊന്നും കൊടുക്കണ്ട. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു വേദി സംഘടിപ്പിച്ചത് അൽഹംദുലില്ലാ. പിന്നെ അൻവാറുൽ മദീന അക്കാദമി, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉസ്താദ് അനീഫ് ഉസ്താദിനെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെയധികം എന്തുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വളരെ ഉദാത്തമായൊരു മാതൃകയാണ് ഈ സൗഹാർദ്ദം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ഒരുപാട് സംരംഭങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ചെയ്തികൾ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊക്കെ വേർതിരിവ് കാണിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആ സമയത്തൊക്കെ ഈ ഒരു സൗഹൃദത്തിന്റെ ഒരു ചായക്കടന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും അവരവരുടെ മതത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം മതസൗഹാർദ്ദം, മതങ്ങൾ തമ്മിൽ മതിൽക്കെട്ടുകളില്ലാതെ, മതങ്ങൾ തമ്മിൽ വേലികളില്ലാതെ പരസ്പരം അടുത്തറിയാനും ഇങ്ങനെയുള്ള സൗഹാർദ്ദം പങ്കിടാനും വളരെയധികം അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചായക്കടകൾ, സൗഹൃദ വേദികൾ എന്തുകൊണ്ടും പ്രശംസനീയമാണെന്ന് മാത്രമല്ല, കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവിധ സന്തോഷങ്ങളും നമ്മുടെ സഹൃദയരെ അറിയിക്കണം. എല്ലാവർക്കും